ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവരും പണിയിലൊക്കെയാണോ? ഇന്ന് ജൂൺ 26 എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. തിരക്കില്ലാത്ത കൂട്ടുകാരൊക്കെ എന്നെ ഒന്ന് വിഷ് ചെയ്യണേ. പിന്നെ എന്താണ്, എല്ലാവരും പണിയിലൊക്കെയാണ്, രാവിലെയാണെന്ന് അറിയാം. പണിയൊക്കെ കഴിഞ്ഞോ? കുട്ടികളൊക്കെ സ്കൂളിൽ പോയോ? ഞാനിന്നിപ്പോൾ കുറച്ച് പണിയിലാണ് കേട്ടോ. കുട്ടികളുടെ കുറച്ച് ഡ്രസ്സൊക്കെ ഒന്ന് കഴുകണം, ചോറും കറിയൊക്കെ വെക്കണം. രാവിലെ തന്നെയുള്ളൂ, കുട്ടികൾ രണ്ടുപേരും പോയതുള്ളൂ. പോയി കുറച്ച് പണിയൊക്കെ ഉണ്ട്. അപ്പം ഇന്ന് വെട്ടം വെച്ച് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു കുട്ടികളെ യൂണിഫോമും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകിയിടാം. സൂര്യമാമൻ വരുന്നുണ്ടെന്ന് തോന്നണ്. വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെട്ട്. ഡ്രസ്സൊക്കെ ഒന്ന് വാടി കിട്ടിക്കാനിട്ടുണ്ടെങ്കിൽ അകത്താണെങ്കിലും വിരിച്ചിടാലോ. അപ്പോൾ പിന്നെന്താണ് കൂട്ടുകാരെ നിങ്ങളുടെ വിശേഷങ്ങൾ? ഞങ്ങൾ താമസിക്കണ വീടിൻ്റെ ബാക്കിൽ തന്നെ വേറൊരു വീടുണ്ട് കേട്ടോ. അവിടെ ആരും താമസമൊന്നുമില്ല. അപ്പോൾ ഞങ്ങളുടെ ഓണറിൻ്റെ ചേച്ചിയുടെ വീട് തന്നെയാണ് കേട്ടോ. അവിടെ മാങ്ങമരവും ജാമ്പയ്ക്ക മരവും പിന്നെന്താ പുളി, അങ്ങനെ കുറച്ച് നമുക്ക് ഉപകാരപ്പെട്ട കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് നിൽക്കുന്നതുണ്ടോ, ഇത് മാവാണ്. ഇവിടെ നിന്ന് എനിക്ക് അത്യാവശ്യം കുറച്ച് മാങ്ങയൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അച്ചാറിടുകയും ഉപ്പിലൊക്കെ ഇടുകയൊക്കെ ചെയ്തു. അപ്പോൾ നമുക്ക് കറിയൊന്നും ഇല്ലാത്ത സമയത്ത് കഞ്ഞിയൊക്കെ കുടിക്കാനായിട്ട് അപ്പോൾ കുറച്ചങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ഓണർ വന്നപ്പോൾ ഒരു ചേട്ടനെ കൊണ്ട് അവർ മാങ്ങ പറപ്പിച്ചപ്പോൾ എനിക്ക് കുറച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി വാങ്ങിയിരുന്നു. പിന്നെ അങ്ങറ്റത്ത് ഒരു മരം കണ്ട, അത് ഇതാണ് ജാമ്പക്ക, വെള്ള ജാമ്പക്കയാണ് കേട്ടോ. മഴ വന്നപ്പോൾ ഒന്നും ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ കഴിക്കാനായിട്ട്. മഴ വന്നതിന് മുന്നേ അത്യാവശ്യം മധുരമൊക്കെ ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ ചില സമയത്ത് ഈ വീട് കാണുമ്പോൾ ഇങ്ങനെ ആലോചിക്കേ, വീടുള്ളവർ വെറുതെ ഇട്ട് നശിപ്പിക്കുക. വീടില്ലാത്ത നമ്മളെപ്പോലുള്ള ആൾക്കാർ വാടക കൊടുത്ത് മുടിയുക. പക്ഷേ വീടുള്ളവർ ആർക്കെങ്കിലുമൊക്കെ വാടക കൊടുത്താൽ അവർക്ക് ഉപകാരപ്പെടില്ലേ. ഇത് അവരോട്ട് താമസിക്കുകയില്ല, മറ്റുള്ളവർക്കൊട്ട് കൊടുക്കുകയില്ല, വെറുതെ ഇട്ടിങ്ങനെ നശിപ്പിക്കുക. അപ്പം ഞങ്ങൾ താമസിക്കുന്ന അപ്പുറമൊക്കെ ആയിട്ട് കുറച്ച് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഉണ്ടോ, ഇവിടെയും ബാക്കൊക്കെ ആയിട്ട് കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. ഞങ്ങളുടെ തൊട്ടപ്പുറം ഒക്കെ ഉള്ള വീടൊക്കെ ഉണ്ട് കേട്ടോ. മുമ്പിലും ബാക്കിലൊക്കെ ആയിട്ട് നിറച്ച് വീടുകളൊക്കെ തന്നെയാണ്. ഞങ്ങളെ വീട് ഇതിൻ്റെ നടുക്കാണ് കേട്ടോ ഞങ്ങൾ താമസിക്കുന്നത്. അത്യാവശ്യം വീട് സൗകര്യവും കാര്യങ്ങളൊക്കെ ഉള്ള വീടൊക്കെ തന്നെയാണ്. 2 റൂമുണ്ട്, ഹാള്, അടുക്കള. അത്യാവശ്യം നമുക്ക് ബാക്ക് സൈഡിൽ പെരുമാറാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പുറത്തായിട്ടൊരു ബാത്റൂം ഉണ്ട് കണ്ടോ. പുറത്ത് നമുക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ആ ബാത്റൂം ഉപയോഗിക്കാം. പിന്നെ നമുക്ക് അലക്കല്ലൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ, അലക്കിയിടാനും. എനിക്ക് വാഷിംഗ് മെഷീനൊന്നുമില്ല, അപ്പം ഞാൻ കല്ലിലിട്ട് തന്നെയാണ് അലക്കാറ്. അപ്പം അതിൻ്റെ ഉള്ളിൽ അലക്ക് കല്ലുണ്ട്. അപ്പം ഞാൻ കുട്ടികൾ ഇന്നലെ മാറ്റിയ ഡ്രസ്സൊക്കെ ഉണ്ട്. അപ്പോൾ അവർ തിങ്കളും ചൊവ്വയും ഒരു യൂണിഫോം, ബുധനാഴ്ച ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും അങ്ങനെയുള്ളൂ, ബുധനാഴ്ച വേറെ യൂണിഫോമൊക്കെയാണ്. അപ്പോൾ അവരുടെ ആ ഡ്രസ്സൊക്കെ ഒന്ന് കഴുകിയിടാം. അപ്പം ഞാൻ വിചാരിച്ച് വെട്ടമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ബാക്കിയുള്ള ഡ്രസ്സ് കൂടി കഴുകാനുള്ളത് ഇക്കാക്കാൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് ഞാൻ എന്ത് ചെയ്തു, നനച്ച് വെച്ചു. അപ്പോൾ ചോറും കറിയൊക്കെ വെക്കൽ കഴിയുമ്പോഴത്തേക്കും ഇത് അഴുക്ക് ഇതായി കിട്ടുമല്ലോ. അപ്പോൾ വേഗം കല്ലിലിട്ട് കഴുകി കയറാമെന്ന് വിചാരിച്ച് നനച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോഴേക്കും പടച്ചോൻ ചതിച്ച് മഴ നേരിയതായിട്ട് പൊടിഞ്ഞതിന് വേണ്ടി ഈ ഷീറ്റ് കണ്ടോ, ഈ ഷീറ്റിൻ്റെ മുകളിൽ നല്ല വെയിൽ കിട്ടും. ഞാൻ എന്താ ചെയ്യുക, മക്കളുടെ ഡ്രസ്സൊക്കെ ഞാൻ ഇതിൻ്റെ മുകളിൽ കണ്ടോ, ഇങ്ങനെ ഇതിൻ്റെ മുകളിലായിട്ട് ഞാനിങ്ങനെ ഇട്ട് കൊടുക്കും. അപ്പം നന്നായിട്ട് ഉണങ്ങി കിട്ടും കേട്ടോ. അവർ ചെറിയ ഐറ്റംസുകളൊക്കെ ഞാൻ ഇതിൻ്റെ മുകളിലൊക്കെ ഇട്ട് കൊടുക്കല്, നന്നായിട്ട് ഉണങ്ങി കിട്ടാറുണ്ട്. ഞാൻ വിചാരിച്ച് യൂണിഫോമൊക്കെ ഒന്ന് ഇതിൻ്റെ മേലൊക്കെ ഇട്ട് കൊടുത്ത് ഉണക്കാമല്ലോ എന്ന് വിചാരിച്ചാണ്. അപ്പോഴത്തേക്കും മഴ പൊടിയാനുണ്ട് കേട്ടോ. അപ്പം പിന്നെന്താണ് നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ? നമ്മൾ യൂട്യൂബിൽ നിന്ന് 2-3 കൂട്ടുകാരന്മാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നോട് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ ബർത്ത്ഡേ ആയിട്ട് എന്താണ് സ്പെഷ്യൽ എന്നൊക്കെ. അങ്ങനെ സ്പെഷ്യലും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ, സാധാ ചോറും നമ്മൾ ഡെയിലി വെക്കുന്ന പോലെ ചോറും കറിയും മാത്രം. അല്ലാതെ സ്പെഷ്യൽ എന്ന് പറയാനായിട്ട് കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു, മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ഇക്കാക്ക ഇങ്ങനെ ഡ്രൈവറാണ്. അപ്പോൾ നമുക്ക് ബോട്ടൊന്നും പോലില്ലല്ലോ, ഇപ്പം നിരോധനമല്ലേ. ഇപ്പം നല്ല മഴയൊക്കെ കാരണം
ചെറുവള്ളക്കാരാണ് ഇപ്പം നമുക്ക് ബോട്ടില്ലാത്ത സമയത്ത് അവരാ പോകല്. അപ്പം അവരോട് ഇപ്പം കാറ്റും മഴയൊക്കെ ആയതുകൊണ്ട് കടൽ നല്ല കാറ്റുള്ളത് കൊണ്ടിട്ട് അവരോടും പോലീസുകാർ പോകരുതെന്ന് പറഞ്ഞേക്കണേണ്. അപ്പം അതുകൊണ്ടിട്ട് അവരും പോകലില്ല കേട്ടോ. അപ്പം അതുകൊണ്ട് നമുക്കിപ്പം കുറച്ചായിട്ട് പണിയൊന്നുമില്ല. പണിയുള്ളപ്പോൾ അൽഹംദുലില്ലാ അത്യാവശ്യം പണി ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്പം പണിയില്ലാത്തപ്പോൾ പണി ഒട്ടുമില്ല. അപ്പം അതുകൊണ്ട് പ്രത്യേകിച്ച് സ്പെഷ്യലും കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് ഇക്കാക്കൊരു ഡ്രസ്സ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. കണ്ടോ, എനിക്ക് ഇക്കാക്ക അപ്പോൾ ഒരു ഡ്രസ്സ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് 2 ദിവസം മുന്നേ എടുത്ത് തന്നതായിരുന്നു ബർത്ത്ഡേക്ക് ഞങ്ങളടുത്ത്. കണ്ടോ, എനിക്ക് ഇതൊന്നും എനിക്ക് ഇല്ലാത്ത കളറാണ് കേട്ടോ. അപ്പം എനിക്ക് നല്ല ഇഷ്ടമായി. എനിക്ക് കൂടുതലും ഡ്രസ്സുകളുള്ളത് പച്ച ടോപ്പുകളൊക്കെയാണ് കേട്ടോ. അപ്പം എനിക്കത് നല്ല ഇഷ്ടമായിരുന്നു. സിമ്പിൾ ടോപ്പ് കേട്ടോ. അൽഹംദുലില്ലാ ഈ പണിയില്ലാത്ത സമയത്ത് ഈ ഒരു ടോപ്പെങ്കിലും എടുത്താന്നല്ലോ. അപ്പം എനിക്ക് നല്ല സന്തോഷമായിട്ടാണ് ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നപ്പോൾ. അപ്പം ഞാൻ വിചാരിച്ചു ഡ്രസ്സൊന്നും കിട്ടില്ലായിരിക്കും എന്നുള്ള, ഡ്രസ്സൊന്നല്ല ഒന്നും കിട്ടില്ല എന്നുള്ള ഒരു ഇതാണ്. കാരണം എന്ന് വെച്ചാൽ പണിയില്ലല്ലോ. അപ്പം ഞാൻ നോക്കുമ്പോൾ കാക്ക 2 ദിവസം മുന്നേ എനിക്കൊരു ടോപ്പ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇന്ന് ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമാകുന്നു. 10 വർഷമായിട്ട് ഇക്കാക്കയുടെ കൂടെയുള്ള 10ാമത്തെ ബർത്ത്ഡേ ആണ് കേട്ടോ എൻ്റെ. അപ്പോൾ അൽഹംദുലില്ലാ ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ മഴയും കാര്യങ്ങളൊക്കെയാണ്. എല്ലാവരും അവരവരുടെ വീടുകളിൽ സേഫായിട്ടിരിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ.